ഓക്കെ മാം. മാം നേരത്തെ പറഞ്ഞത് നമുക്കൊരു കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടതുണ്ട്. ഇപ്പോ എലിസബത്ത് പറയുന്ന ഒരു കാര്യം, എന്നെ വിവാഹം കഴിച്ചിട്ടില്ല, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം തന്നെ റേപ്പ് ചെയ്തു വിതൗട്ട് ഹെർ പെർമിഷൻ ബാല അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ റേപ്പ്. ആൻഡ് ഓൾസോ വീട്ടിലെ വേലക്കാരന്റെ മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു. നാർസിസിക് പേഴ്സണാലിറ്റി പലയിടങ്ങളിലും ബാലയുടെ പല എവിടെ ഞാൻ ഒളിച്ചോടിപ്പോയി, ഞാൻ മറവിലിരിക്കണു, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഡയറക്റ്റ്ലി വന്നിട്ട് ഇതാക്കാനും ഞാൻ. അഡ്വക്കേറ്റ് ഷൈല റാണി മറുനാടൻ ചാനൽ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. സബ്ജക്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ബാല ഈ പറയുന്ന എലിസബത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളാണ്. എലിസബത്ത് ഇപ്പോൾ വീഡിയോ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏതൊക്കെ വകുപ്പിൽ ഈ പറയുന്ന ബാലയ്ക്കെതിരെ കേസ് എടുക്കാം എന്നുള്ള രീതിയിലാണ്. മിനിമം ഒരു 7 വർഷം എങ്കിലും ബാല അകത്ത് കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. എലിസബത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുൾപ്പെടെ ഇയാൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ എലിസബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ ഇങ്ങനെ വീഡിയോ ഇരുന്ന് ചെകുത്താൻ വന്നിട്ട് അത് പറഞ്ഞു. മീൻസ് ചെകുത്താൻ പോസിറ്റീവ് ആണ് പറഞ്ഞത്, അത് കണ്ട് കുറെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ എലിസബത്ത് ഭയങ്കര ഡൗൺ ആണ്, ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പറയുന്ന അഡ്വക്കേറ്റ് ഷൈല റാണിയുടെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ആരോപണം എന്ന് പറയുന്നത് നമ്മളെ മാരേജിനെ കുറിച്ച് തന്നെയാണ്. തോന്നുന്നു മാരേജിനെ ഡിനേ ചെയ്യാണ്. ഞാൻ മാരേജ് ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഫാമിലി ലോ മാത്രം നോക്കുന്ന അഡ്വക്കേറ്റ് ആണ്. അപ്പൊ രണ്ടുപേരും രണ്ട് ഹിന്ദുക്കൾ, എനിക്ക് എലിസബത്ത് ഉദയൻ ഹിന്ദു ആണോ എനിക്കറിയത്തില്ല, 2 ഹിന്ദുക്കൾ തമ്മിൽ താലി കെട്ടുക അല്ലെങ്കിൽ മാല ഇടുക ഹിന്ദു കസ്റ്റം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വാലിഡ് മാരേജ്. ഹിന്ദു ആക്ട് പ്രകാരം ആ കല്യാണം നടന്നെങ്കിൽ അതൊരു കല്യാണമായിട്ട് തന്നെ ആക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ ലീഗിലല്ല ഇവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തത്, പേരിന് മാത്രം ഒരു കല്യാണം കാര്യമാണ്. അപ്പൊ അതിന് വലിയ പ്രശസ്തിയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെണ്ണിന്റെ സമ്മതം ഇല്ലാതാണ് ദേഹത്ത് തൊടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അത് റേപ്പായിട്ട് തന്നെ കണക്കപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. അതോടെ ഡിവോഴ്സ് ചെയ്യാതെ അടുത്തൊരു മാരേജിലേക്ക് പോയി. നിയമപ്രശ്നങ്ങൾ പിന്നെയും അതിനകത്തുണ്ട്. പിന്നെ ഈവൺ അതല്ല, അവൾ അതിനകത്ത് മാരേജ് ചെയ്തിട്ടില്ല, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഇവൾ പറയുന്നുണ്ട് അവളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലെ റേപ്പ് ആണെങ്കിലും നമ്മൾ മാരിറ്റൽ റേപ്പ് എന്ന് പറയും. അത് ഇന്നത്തെ കാലത്തിൽ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ അത് ചെയ്തില്ല, വളരെ വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ചെയ്താത്തിടത്തോളം കാലം മാരിറ്റൽ റേപ്പ് ഒരു ക്രൈം അല്ല. എന്താ പറയുക, ഹസ്ബൻഡ് ക്യാൻ റേപ്പ് എന്നാണ് നിയമ സംവിധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെങ്കിൽ ഈവൺ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവളുടെ കൺസെന്റ് ഇല്ലാതെ അവള് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഇസ് എ റേപ്പ്. ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റിനോടൊന്ന് പോയി ചോദിക്കുകയൊക്കെ ചെയ്യും, ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ന്യായം ഉണ്ടോന്ന്. എൻ്റെ പൊന്നു ബാലാണ്, ഇവരൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ 18ന്റെ പണിയുണ്ട്, ഓടും. സത്യമായിട്ട് നിങ്ങൾ ഓടും. ചിലപ്പോൾ നിങ്ങൾ തമിഴ്നാടല്ല, ഈ ലോകം തന്നെ വിട്ട് ഏതെങ്കിലും ഒരു ദ്വീപിൽ പോയി നിങ്ങൾ താമസിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഓരോ വകുപ്പുകളും കാര്യങ്ങളും അവർ കറക്റ്റ് പോയിന്റായിട്ട് എടുത്ത് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ബാലണ്ണ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാലണ്ണ ഇത് വേറെ രീതി പോകും. എലിസബത്ത് കൊണ്ടുപോയി ഒരു കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ പെടും, നിങ്ങൾ തീർന്ന്, നിങ്ങൾ ഭസ്മമാവും സത്യം പറഞ്ഞാൽ. അപ്പം ബാലണ്ണൻ ചെയ്തത് റേപ്പ് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തെരുവ് പച്ചയ്ക്ക് പറഞ്ഞ പോലും അവരുടെ സമ്മതമില്ലാതെ തൊട്ടാൽ വകുപ്പ് വേറെയാണ്. അതും കൂടെ മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. വളരെ ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ആരോപണം ഉന്നയിക്കേണ്ടതും അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടതും ഒരു വ്യക്തി എന്ന് പറയുന്നത് എലിസബത്ത് തന്നെയാണ്. എലിസബത്ത് തന്നെയാണ് അതിന് പരാതി കൊടുത്തിട്ട് അതിന് എന്റേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും കേട്ടിട്ടില്ല, അവളുടെ കൺസെന്റ് ഇല്ല ശരീരത്ത് തൊടാൻ പറ്റില്ല, അതല്ലെങ്കിൽ അവളുമായിട്ട് സെക്ഷൽ റിലേഷൻ അവളുടെ കൺസെന്റ് ഇല്ലാതെ പറ്റില്ല. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു റേപ്പിലേക്ക് നിയമപരമായിട്ട് പോകും. പിന്നെ പറഞ്ഞ എന്താ ചോദിച്ചേ മാം? അത് പ്രധാനമായിട്ടും നമുക്ക് ഈ എലിസബത്തിനെ നമുക്കൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഇപ്പൊ എലിസബത്തിന്റെ ആദ്യം, കാരണം ഒരു തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ആഴ്ചയോളമായി. എലിസബത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, എലിസബത്തും ബാലയും തമ്മിലുള്ള ഇന്റിമേറ്റ് വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ പബ്ലിക് ആക്കുമെന്ന് ബാല ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഞാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കൊന്നും ആയിരിക്കില്ല. എല്ലാ തരത്തിലും സ്ത്രീകളുടെ ശരീരം എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ അവളുടെ മാനം ഇടിഞ്ഞു പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും.
മാം ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ എടുത്ത് പോയ വീഡിയോയോ ഫോട്ടോയോ പിന്നീട് ഒരു ടൂളായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാതിരിക്കാനുള്ള ഒരു കീ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകൾക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ, കാര്യം നമുക്കിത് കുറച്ച് അധികം സ്ത്രീകൾക്ക് കൂടി ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന പോലെ ആയിരിക്കണം. ഏതെങ്കിലും തരത്തിൽ എന്താണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഭീഷണി നേരിട്ടാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം? ഇനി അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എല്ലാ സ്ത്രീകളും ഈ ഒരു വീഡിയോ കാണേണ്ടതാണ്. പിന്നെ അതുപോലെ പരമാവധി ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിന് ഇങ്ങനെയൊക്കെ അവസ്ഥകളും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന അഡ്വക്കേറ്റിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഒരു പേജും കൂടെ ഈ സൈഡിൽ ഞാൻ വെച്ചേക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. അഡ്വക്കേറ്റ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബാലയ്ക്ക് കുറഞ്ഞത് 7 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടാമെന്നുള്ള വകുപ്പും കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ ന്യൂഡ് ഫോട്ടോസും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചാറ്റ് വോയിസും വീഡിയോസ് ഒക്കെ പുറത്തു വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു വരുവാണെങ്കിൽ 7 വർഷം ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ട അതേ അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ അഡ്വക്കേറ്റ് പറയുന്നത് നമുക്ക് ആക്ട് സെക്ഷൻ 67A പ്രകാരം അതൊരു ക്രൈമാണ്. അതായത് ട്രാൻസ്മിറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിഷിംഗ് സെക്ഷൽ നമ്മുടെ ലൈംഗികമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് വളരെ സീൻസ്, വീഡിയോസ് ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം വന്നിട്ട് IT ആക്ട് പ്രകാരം സെക്ഷൻ 67 പ്രകാരം കുറ്റകരമാണ്. അത് പ്രകാരം ഒരു മിനിമം ഒരു 7 വർഷമെങ്കിലും തടവ് കിട്ടാനുള്ള ഒരു ശിക്ഷയാണ്. പക്ഷെ എല്ലാ സ്ത്രീകളും പേടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്റെ മാനം ഇടിഞ്ഞു പോവോ എന്ന രീതിയിൽ തന്നെ പേടിച്ചിട്ട് ഇവർ ഈ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയേണ്ടത്. ഇത് ചെയ്തോ? എനിക്കൊരു വ്യക്തിപരമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് 100% അത് പ്രൊട്ടക്ഷൻ കിട്ടും. അത് അപ്പൊ തന്നെ കംപ്ലീറ്റ് പോലീസ് അതിനെ സീസ് ചെയ്തിട്ട് പിന്നെ അത് ഏതൊക്കെ ആരൊക്കെ ഷെയർ ചെയ്തോ അതെല്ലാം കംപ്ലീറ്റ് അവരെല്ലാം ക്രൈമിന്റെ കീഴിൽ വരികയും ചെയ്യും. അത് കാരണം അതോടെ ഇപ്പൊ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള നല്ല പ്രണയത്തിലിരിക്കുമ്പോഴുള്ള ഈവൺ ഒരു സെക്സ് ചാറ്റ് ആവട്ടെ, ഈവൺ അല്ലാതെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആവട്ടെ, അത് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പരാതി കൊടുക്കുക. പരാതി കൊടുക്കണ ലോക്കൽ പോലീസിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുക. സൈബർ ഇപ്പൊ ഡിജിറ്റൽ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ബാല പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ കൊടുക്കും, ഞാനത് ചെയ്യും എന്നൊക്കെ. അതാണെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പറയുകയാണെങ്കിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പോലീസ് അത് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് ഉറപ്പായിട്ടും ആ ഡിവൈസോടുകൂടെ അത് തിരിച്ചെടുക്കുക. 100% സ്ത്രീകൾക്ക് അതിന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. അത് ക്രൈമാണ്. 7 വർഷം വരെ കിട്ടാനുള്ള തടവ് കിട്ടാനുള്ള ഒരു വകുപ്പും കൂടെയാണ്. െതിരെ മെയിനായിട്ട് വന്നൊരു സംഭവമായിരുന്നു ഈ പറഞ്ഞ ഫോട്ടോസ് വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ. ഇയാൾ പുറത്ത് വിടും, അങ്ങനെ വിടും, മറ്റേത് വിടും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ എലിസബത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് കാണുന്ന നമുക്കൊക്കെ ഇരുന്ന് പറയാം, പെടുത്തെങ്കിൽ പെടുത്തട്ടെ എലിസബത്ത് ധൈര്യമായിട്ട് വാ, നമ്മളുണ്ട് കൂടെ എന്നൊക്കെ നമുക്കിരുന്ന് പറയാൻ പറ്റും. പക്ഷെ അവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളും ഒക്കെ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും എലിസബത്ത് ഒന്ന് കാലെടുത്ത് ആ സ്റ്റേഷനിലോട്ടൊന്ന് വെക്കാവോ, അണ്ണം ഭസ്മാവും. തീർച്ചയായിട്ടും പറയും ഇതിനുള്ള നിയമവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ മേഡം ഇവിടെ പറയുന്നുണ്ട്. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം തന്നെ റേപ്പ് ചെയ്തു വിതൗട്ട് ഹെർ പെർമിഷൻ ബാല അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ റേപ്പ്. ആൻഡ് ഓൾസോ വീട്ടിലെ വേലക്കാരന്റെ മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പലയിടങ്ങളിലും ബാലയുടെ പല പെർഫോമൻസിലും നമുക്ക് പുറമേ നോക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കും. ഡെഫിനറ്റ്ലി അദ്ദേഹം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. ഇനി അതൊരു ആരോപണമാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ നിലവിൽ മാം നേരത്തെ പറഞ്ഞതുപോലെ ക്രൈം അല്ല ആഫ്റ്റർ മാരേജ് ഉള്ള പുരുഷന്റെ ലൈംഗിക അതിക്രമം സ്ത്രീയുടെ മേൽ ഉണ്ടായാൽ. പക്ഷേ ഇതൊരു നിയമപര പ്രശ്നം കൂടിയല്ലേ, സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ അത്. ഒരു വാലിഡ് മാരേജ്, ഇപ്പൊ ബാലയുടെയും എലിസബത്തിന്റെ മാരേജ് വാലിഡ് ആണോ വോയിഡ് ആണോ അല്ലെങ്കിൽ നിയമസാധ്യത ഉള്ളതാണോ അല്ലെ എന്നുള്ള 2 രീതിയിലിരിക്കും. ഈവൺ ഒരു വാലിഡ് മാരേജ് ആണ് എങ്കിൽ ഇതിലുണ്ടാക്കുന്ന ഇതും ക്രുവൽറ്റി എന്നുള്ള ഗ്രൗണ്ടിൽ ഡിവോഴ്സിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വേണമെങ്കിൽ അവർക്ക് ഡാമേജ് നോട്ടീസ് കൊടുക്കാൻ പറ്റും. അത് ലിവിങ് ടുഗദർ ആണെങ്കിൽ ഇപ്പൊ ഇത്രയും എലിസബത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു റൂഫിന്റെ കീഴിൽ ഒരുമിച്ച്
എലിസബത്ത് കേസ് കൊടുക്കാതെ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ കേസ് എടുക്കാൻ പറ്റും. എന്റെ പൊന്ന് എലിസബത്തെ ഒന്ന് ഇത്രയൊക്കെ നേരത്തെ എലിസബത്ത് ഒന്ന് വാ തുറക്കൊന്നും പറഞ്ഞിട്ടായിരുന്നു. വാ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനുഷ്യരാണെങ്കിൽ പോലും, അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഈ പറയുന്ന എലിസബത്തിനെ നെക്കടിക്കുകയാണ്. ഈ ചെകുത്താനെ കണ്ടതിന് ശേഷമാണ്. പിന്നെ ഫാൻസാണ് ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ആ ഒരു വീട്ടിൽ കൊണ്ടുവരാനേ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അയാള് നിങ്ങളുടെ വിഷമം കണ്ടിട്ട് വന്നതാണ് സത്യത്തിൽ. പക്ഷെ അതിന് ഒരു വല്ലാത്തൊരു നെക്കായി പോയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എലിസബത്ത് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഈ ന്യൂസും ഈ മീഡിയയിൽ ഈ ചർച്ച ആയാലൊന്നും ആൾക്കാർ നോക്കത്തില്ല. പോലീസുകാരാണെങ്കിലും ആരും ഇതൊന്നും ചർച്ച പോലും ചെയ്യത്തില്ല. ഈ പറയുന്ന എലിസബത്ത് കൊണ്ട് കേസ് കൊടുത്താൽ മാത്രമേ വല്ല രക്ഷയുള്ളൂ. ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പറയുന്ന എലിസബത്തിന്റെ കമന്റ് ബോക്സിലും പോയിടുക. കാരണം എലിസബത്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും അതിൻ്റെതായിട്ടുള്ള ആൻസറും കാര്യങ്ങളും ഒക്കെ ഓരോ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക. അതായത് സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു മാരേജ് റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഇറ്റ്സ് ഓൺലി എ ക്രുവൽറ്റി ആൻഡ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. ഇപ്പൊ മാരിറ്റൽ റേപ്പ് ആവും, ഇതേപോലെ വേറൊരു പുരുഷന്റെ മുമ്പേ വെച്ച് എന്തോ സെക്ഷലി അങ്ങനെ ചെയ്യാൻ, ഇതെല്ലാം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആണ് ഇന്നത്തെ നിയമ സംവിധാനം പ്രകാരം അലോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പിന്നെയും ഒരു ക്വസ്റ്റ്യൻ ആണ്, മാരേജ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിവിയർ ക്രൈം. മാരേജ് അല്ലെങ്കിൽ ഇതൊരു സിവിയർ ക്രൈം ആണെന്നാണ് അവരെടുത്ത് പറയുന്നത്. എന്റെ പൊന്നു ബാലച്ചേട്ടാ, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ? ഒരു അഡ്വക്കേറ്റ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക ചെയ്യുന്നത്. ബാലച്ചേട്ടൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞു പോലെ. ആ ചേച്ചിയോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, പെട്ടുപോകും ചേട്ടാ. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇരുന്ന് ബാല കോകില ആ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തന്നെ എനിക്കൊരു ഡൗട്ടാണ്. ഈ പറയുന്ന എലിസബത്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുത്താലാ. ഇപ്പൊ എന്തോ തൈരിവട ഏതാണ്ട് സട ഏതാണ്ടൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, കുറെ വിവരം കെട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, നാണമില്ലേ നിങ്ങൾക്കൊക്കെ അവന്റെയൊക്കെ ഇതിൽ പോയി ഇരുന്നിട്ട് കമന്റ് ഇടാനാ? നാണം കെട്ട വർഗ്ഗങ്ങളെ. വൈഫ് അല്ലാതെ വെറും രണ്ട് വ്യക്തികളാണ്. ദർ ഇസ് നോ ടൈ, മാരേജ് ടൈ ഇല്ല എന്നുണ്ട് എങ്കിൽ അത് റേപ്പ് എന്ന് പറയുമ്പോഴേക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമിൽ വരെ നോൺ ബൈലബിൾ ആയിട്ട് ഒഫൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിലേക്ക് വരുന്നതാണ് റേപ്പ് എന്ന് പറയുന്നത്. അത് വേറെ സെക്ഷനിലേക്ക് പോകും. ഈവൺ ഒരു ഭാര്യ എന്നുള്ള നിലയിലും മാരിറ്റൽ റേപ്പ് ക്രൈം അല്ലാത്ത കാരണം ആ ഒരു വകുപ്പ് വരില്ല. പക്ഷെ ഈവൺ തോ ഷീ ക്യാൻ ഫയൽ ഫോർ ഡൊമസ്റ്റിക് ആക്ട് ആൻഡ് ഷീ ക്യാൻ ക്ലെയിം ഫോർ ഡാമേജസ് ആൻഡ് ഷീ ക്യാൻ ആൾസോ. ഈ കുട്ടി പറയുന്നുണ്ടല്ലോ, എന്റെ എനിക്ക് ഭയം തോന്നണു, ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് സംഭവിക്കാന്നുണ്ട്. എന്റെ ബാലണ്ണ ഇതൊക്കെ കേട്ടല്ലോ. പിന്നെ കുറെ തെളിവുകളും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നല്ലോ, 250 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറും ഒരു വേസ്റ്റായി മാത്രമേ ആൾക്കാർ ഇത് കാണത്തുള്ളൂ. എന്റെ ചേട്ടാ, അവർ കേസ് കൊടുത്തിറങ്ങി ഉറപ്പാണ് റിമാൻഡ് ആവും, 14 ദിവസം ജയിലിലും കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയണ്ട, പട്ടി വില പോലും നിങ്ങൾക്ക് കാണത്തില്ല. പട്ടി വില പോലും. ആൾക്കാർ ശരിക്കും നിങ്ങളെ വെറുത്തിട്ടുണ്ട് ബാല, വെറുത്തും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് 10-20 വരെ ആൾക്കാർ വല്ലതും നിന്റെ സബ്സ്ക്രൈബേഴ്സ് വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എലിസബത്ത് കേസ് കൊടുത്താൽ ഉറപ്പാണ് വകുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ബാല 7 അല്ല കൂടുതൽ ചിലപ്പോൾ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ എലിസബത്ത് കുറച്ച് നെഗറ്റീവായിട്ട് ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നി ചെകുത്താൻ വന്ന് പോയതിന് ശേഷം കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ പറയുന്ന എലിസബത്ത് ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയില്ല, നമ്മൾ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാരുണ്ട്, നിങ്ങളുടെയൊക്കെ ബലത്തിലാണ് ഈ പറയുന്നവരൊക്കെ ഇങ്ങനെ ജീവിച്ചും നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നെഗടിക്കരുത്. ഈ പറയുന്ന എലിസബത്തിന്റെ കമന്റ് ബോക്സിലൊക്കെ ചെന്നിട്ടാണെങ്കിൽ പോലും ഇവിടെ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട അവൻ ഇവിടെ കിടന്ന് ബാല കോകില കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എലിസബത്ത് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എവിടെ ഞാൻ ഒളിച്ചോടിപ്പോയി, ഞാൻ മറവിലിരിക്കണു, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഡയറക്റ്റ്ലി വന്നിട്ട് ഇതാക്കാനും എനിക്കൊരു കുഴപ്പമില്ല. രണ്ടു ദിവസം മുമ്പ് ഒരു ത്രട്ടൻ ചെയ്യണ പോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആർക്കും അതൊന്നും കാണാനില്ല. ചെകുട്ട വീഡിയോ, ചെകുത്താൻ ഇങ്ങോട്ട് വന്ന വീഡിയോ, ഞാൻ സോറി പറഞ്ഞ വീഡിയോ, ഇന്ന് വീണ്ടും ഞാനും ചെകുത്താനും സോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ട് കണ്ടില്ലേ. മാസ്റ്റർ പ്ലാൻ എന്ന് പറയണത് എല്ലാവരും എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് കാണിക്കണേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമില്ല. ഒരാളെങ്കിലും വന്ന് കണ്ട് നിങ്ങൾ എത്രമാത്രം കുറ്റപ്പെടുത്തുകയാണെങ്കിലും
നിന്നോട് നന്നായിട്ട് സംസാരിച്ചു. എലിസബത്ത് ഇങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം? അവൻ പല രീതിയിലും പല മാനിപ്പുലേഷൻ നടത്തുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കുറെ ആൾക്കാർ വന്ന് നെഗറ്റീവ് അടിക്കുകയൊക്കെ ചെയ്യും. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുക ചെയ്യേണ്ടത്. ഒരുമാതിരി എന്താ പറയണ്ടത്, നിങ്ങളിങ്ങനെ പേടിച്ച് പറിച്ച് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. നിങ്ങളൊരു ഡോക്ടറാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി ഫോക്കസ് ചെയ്യുക. ജോലി ഫോക്കസ് ചെയ്ത് കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നിട്ട് നിൽക്കുക. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഗൈസ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.